നമസ്കാരം. യുവാവിന് ലോട്ടറി അടിച്ച് സമ്മാനമായി കിട്ടിയത് 30 കോടി രൂപ. സ്നേഹം കൂടിയപ്പോൾ തൻ്റെ സ്വന്തം കാമുകിക്ക് ഈ സമ്മാനം കൈമാറി. ഒടുവിൽ കാമുകി മറ്റൊരു കാമുകനൊപ്പം ഒളിച്ചോടി. കാനഡയിലാണ് ഈ ത്രികോണ പ്രണയവും അതിനെ തുടർന്നുള്ള സംഭവ വികാസങ്ങളും അരങ്ങേറിയത്. തൻ്റെ മുൻ കാമുകി പുതിയ കാമുകനൊപ്പം ലോട്ടറി ജാക്ക്പോട്ടുമായി ഒളിച്ചോടിയെന്ന് ആരോപിച്ച് യുവാവ് കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ലോറൻസ് ക്യാമ്പൽ എന്ന യുവാവാണ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. 2024 താൻ വാങ്ങിയ ടിക്കറ്റിൽ വിജയിച്ചതെങ്കിലും സാധുവായ ഒരു തിരിച്ചറിയൽ കാർഡ് ഇല്ലാത്തതിനാൽ തനിക്ക് സമ്മാനം അവകാശപ്പെടാൻ കഴിഞ്ഞില്ലെന്നും അതിനാൽ ലോട്ടറി ഉദ്യോഗസ്ഥരുടെ ഉപദേശപ്രകാരം തൻ്റെ കാമുകി ക്രിസ്റ്റൽ ആൻഡ് മക്കയോട് വെസ്റ്റേൺ കാനഡ ലോട്ടറി കോർപ്പറേഷനിൽ നിന്നും സമ്മാനം വാങ്ങാൻ ക്യാമ്പൽ ആവശ്യപ്പെടുകയായിരുന്നു. കാമുകിയെ താൻ പൂർണ്ണമായും വിശ്വസിച്ചിരുന്നുവെന്നും ക്യാമ്പൽ പറയുന്നു. 1.5 വർഷത്തിലേറെയായി അവൾ തങ്ങളുടെ ബന്ധത്തിൽ വിശ്വസ്തത കാണിച്ചു. തനിക്ക് ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തതിനാൽ വിജയിച്ച പണം അവളുടെ പേരിൽ നിക്ഷേപിക്കാനും അവളെ അനുവദിച്ചുവെന്നും ക്യാമ്പൽ CTV ന്യൂസിനോട് പറഞ്ഞു. തുടക്കത്തിൽ കാര്യങ്ങൾ നല്ല രീതിയിൽ പോയിരുന്നു. ഷോപ്പേഴ്സ് ഡ്രഗ് മാർട്ടിൽ വെച്ച് ഇരുവരും സമ്മാനം കൈപ്പറ്റുന്നതിന്റെ വീഡിയോ റെക്കോർഡ് ചെയ്തിരുന്നു. ചെക്കുമായി ഫോട്ടോകൾക്ക് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. ചിത്രത്തിൽ ക്രിസ്റ്റൽ ആൻമക്കയെ അത്ര സന്തോഷവതിയായി തോന്നിയില്ലെങ്കിലും ജന്മദിന സമ്മാനമായിട്ടാണ് താൻ അത് നൽകിയതെന്നും കാമ്പൽ പരസ്യമായി പറഞ്ഞു. 3 ആഴ്ചയായി സമ്മാനം കൈപ്പറ്റാൻ അവൾ എന്നോട് ആവശ്യപ്പെടുകയായിരുന്നു. നിർബന്ധം കൂടിയപ്പോൾ അത് കൈപ്പറ്റാൻ ഒരുമിച്ച് പോവുകയായിരുന്നു. പിന്നാലെ ദിവസങ്ങൾക്കുള്ളിൽ മക്കെ അപ്രത്യക്ഷമായതായി കാമ്പൽ പറയുന്നു. താങ്കൾ ഒരുമിച്ച് കഴിഞ്ഞ ഹോട്ടൽ മുറിയിലേക്ക് മടങ്ങിയില്ലെന്നും എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ചെന്നും ഒടുവിൽ അവളെ കണ്ടെത്തിയപ്പോൾ അവൾ മറ്റൊരു പുരുഷനുമായി കിടക്ക പങ്കിടുകയായിരുന്നുവെന്നുമാണ് കാമ്പലിന്റെ ആരോപണം. കോളുകൾ എടുക്കാനോ സന്ദേശങ്ങൾക്ക് മറുപടി നൽകാനോ വിസമ്മതിച്ചു. സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ ബ്ലോക്ക് ചെയ്തു. ഒരു സംരക്ഷണ ഉത്തരവ് പോലും അവൾ സ്വന്തം പേരിൽ സംഘടിപ്പിച്ചെടുത്തുവെന്ന് ക്യാമ്പലിന്റെ അഭിഭാഷകൻ CTV ന്യൂസിനോട് പറഞ്ഞു. എന്നാൽ മക്കെ എല്ലാ ആരോപണങ്ങളും നിഷേധിക്കുകയാണ്. കൂടാതെ ലോട്ടറി ഉദ്യോഗസ്ഥർ തെറ്റായ ഉപദേശമാണ് നൽകിയതെന്നും യുവാവ് ആരോപിക്കുന്നു.